ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ചില ദർശനങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദൈവിക രഹസ്യത്തിലേക്കുള്ള ഒരു ജനാല പോലെയാണ്. അത്തരത്തിലുള്ള അത്ഭുതകരമായ ഒരു ദർശനമാണ് എസ്കേൽ പ്രവാചകൻ കണ്ടത്. അദ്ദേഹം കണ്ടത് അഗ്നിജാലകളും കെരൂബുകളും ചക്രങ്ങളോട് കൂടിയതുമായ ഒരു അത്ഭുതകരമായ രഥമായിരുന്നു. അതിന്മേൽ പ്രത്യക്ഷപ്പെട്ടതോ ദൈവത്തിന്റെ മഹത്വവും. എസ്കേൽ പ്രവാചകന്റെ ഈ ദർശനം ദൈവത്തിന്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും അവിടുന്ന് തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് വരുന്നതിനെയും വെളിപ്പെടുത്തുന്നു. സഭാപിതാക്കന്മാർ ഈ ദർശനത്തിന് പല ആത്മീയ അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട്. 4 പ്രധാനമായ ചിന്തകളിലൂടെ നമുക്ക് ഈ ആത്മീയ അർത്ഥത്തെ മനസ്സിലാക്കാം. ഒന്നാമതായി, ദൈവത്തെ വഹിച്ച രഥമായി ദൈവമാതാവിനെ കണക്കാക്കുന്നു. എസ്കേൽ കണ്ട രഥത്തിൽ ദൈവത്തിന്റെ മഹത്വം വസിച്ചിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ അവിടുത്തെ തന്റെ ഉദരത്തിൽ വഹിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ട് സഭ ദൈവമാതാവിനെ ദൈവത്തെ വഹിച്ച വിശുദ്ധ രഥമായി സ്തുതിക്കുന്നു. എന്നാൽ മറിയം ഒരിക്കലും തന്റെ സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. അവളുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ മഹത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രഥം പോലെ തന്നെ ദൈവമാതാവിനെ നമുക്ക് കണക്കാക്കാം. രണ്ടാമതായി, രഥം ദൈവഹിതപ്രകാരമാണ് മുന്നോട്ട് സഞ്ചരിച്ചത്. എസ്കേൽ 1:12 നാം വായിക്കുന്നു, ആത്മാവ് പോകുവാൻ ആഗ്രഹിച്ചിടത്തേക്ക് അവർ പോയി. ദൈവത്തിന്റെ ആത്മാവിനോടുള്ള പൂർണ്ണമായ അനുസരണമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവഹിതം പോലെ സഞ്ചരിച്ച ആ രഥം പോലെ തന്നെയാണ് ദൈവമാതാവിന്റെ ജീവിതവും. ദൂതൻ ദൈവത്തിന്റെ സന്ദേശവുമായി അവളുടെ അടുക്കൽ വന്നപ്പോൾ മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതിരുന്നിട്ടും അവൾ ദൈവഹിതത്തിൽ വിശ്വസിച്ച് മുന്നേറുകയായിരുന്നു. സ്വന്തം പദ്ധതികളെക്കാൾ ദൈവത്തിന്റെ പദ്ധതിക്ക് അവൾ പ്രാധാന്യം നൽകി. അതുകൊണ്ട് ദൈവത്തെ വഹിക്കുന്ന ഒരു ഹൃദയം ആദ്യം ദൈവഹിതത്തിന് കീഴടങ്ങുന്ന ഒരു ഹൃദയമായിരിക്കണം. മൂന്നാമതായി, ദൈവ സാന്നിധ്യം ലോകത്തിലേക്ക് എത്തിച്ച ആളായിരുന്നു ദൈവമാതാവ്. ഇവിടെ എസ്കേൽ കണ്ട രഥം ദൈവത്തിന്റെ മഹത്വം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിച്ച ഒന്നാണ്. അതുപോലെ തന്നെ ദൈവമാതാവ് ലോകത്തിന് യേശു ക്രിസ്തുവിനെ നൽകുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പഠിപ്പിച്ചത് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ദൈവമാതാവാണ്. നാലാമതായി, നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ രഥമാണോ എന്നുള്ളത്. ദൈവമാതാവിനെ പോലെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ വാസസ്ഥലമാവണം. ദൈവത്തെ വഹിക്കുന്നത് ശരീരത്തിൽ മാത്രമല്ല, വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലുമാണ്. അങ്ങനെ എസ്കേലിന്റെ രഥം ദൈവത്തിന്റെ മഹത്വം വഹിച്ച് സഞ്ചരിച്ചതുപോലെ ദൈവമാതാവ് ക്രിസ്തുവിനെ വഹിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് സഞ്ചരിച്ച പോലെ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതവും ഒരു ദൈവത്തിന്റെ രഥം പോലെ ആകണം. പ്രിയപ്പെട്ടവരെ, എസ്കേൽ പ്രവാചകൻ കണ്ട രഥം ദൈവമഹത്വത്തിന്റെ പ്രതീകമായിരുന്നു. ദൈവമാതാവ് ആ ദൈവമഹത്വത്തെ തന്റെ ഉദരത്തിൽ വഹിച്ച് ലോകത്തിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹീതയായ സ്ത്രീയായിരുന്നു. അതിനാൽ നമുക്ക് ദൈവമാതാവിന്റെ മാതൃക പിന്തുടരാം, ദൈവഹിതത്തിന് കീഴടങ്ങാം, നമ്മുടെ ജീവിതത്തെ ഒരു രഥം പോലെ, എസ്കേൽ കണ്ട രഥം പോലെ തന്നെ മുന്നോട്ട് നീക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമാതാവെ, അങ്ങയെപ്പോലെ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനും നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനും ഞങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കാനും കഴിയുമാറാകണമേ. അതിനായി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.